ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നുവെന്നാണ്. പക്ഷേ സ്വാഭാവികമാണ്, പാകിസ്ഥാൻ വീണ്ടും നിരന്തരമായ ശ്രമങ്ങൾ നടത്തും. ജമ്മുവിലുമൊക്കെ അവസാനിപ്പിച്ചത് ഇങ്ങ് താഴേക്കിറങ്ങി അതിർത്തി കടന്ന ഡ്രോണുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തെങ്കിലും അത്തരം സൂചനകളുണ്ടോ? ആ നിലയ്ക്ക് ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ടോ അവിടെ? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പ്രകോപനങ്ങൾ അതിപ്പോൾ അവസാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. അതായത് ജമ്മു അടക്കമുള്ള പല മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഈ ആക്രമണം നേരിട്ടത് നമ്മുടെ വെസ്റ്റേൺ ഏരിയകളിലാണ്. അതായത് പടിഞ്ഞാറൻ മേഖലകളായിരുന്നു. പടിഞ്ഞാറൻ മേഖലകളിൽ തന്നെ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുള്ള ഈ രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും ജമ്മു കാശ്മീരിന്റെയും പഞ്ചാബിന്റെയും മേഖലകൾ, ഇവിടെ കൂട്ടത്തോടെ ഒരു സ്വാം ഓഫ് ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൂട്ടത്തോടെ ഡ്രോണുകൾ എത്തുകയായിരുന്നു. അതും 100-ൽ പരം. ഒപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ജയ്സാൽമീറിൽ 20 മിസൈലുകൾ എത്തി എന്നുള്ള കാര്യമാണ് പറയുന്നത്. 20 മിസൈലുകൾ ഡ്രോണുകൾക്ക് പുറമെ ജയ്സാൽമീറിൽ എത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ S-400 സുദർശൻ ചക്ര വെടിവെച്ചിട്ടിരിക്കുന്നു. അതിനു പുറമെയാണ് നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകളുടെ, അതായത് JF-17ന്റെയും അതുപോലെ തന്നെ F-16ന്റെയും എല്ലാം പുറകെ പോയതും പാകിസ്ഥാന്റെ റഡാർ വിമാനത്തെ വെടിവെച്ചിരിക്കുന്നതും എല്ലാം തന്നെ ഈ ഡ്രോൺ ആക്രമണത്തെ ചെറുത്തതിന് ശേഷമാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പ്രകോപനത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. അവർ മുട്ടുമടക്കിയ ഒരു പ്രതീതിയാണുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും തകർത്തതിന് പിന്നാലെ നമ്മൾ നമ്മുടെ ഡ്രോണുകളുമായി നേരെ എത്തിയത് പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിലും ലാഹോറിലും സിയാൽകോട്ടിലും ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്. ഇതിനോടകം തന്നെ കറാച്ചിയിലും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് ഡ്രോൺ ആണോ അതല്ല നാവികസേനയുടെ ആക്രമണമാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി വരാൻ ബാക്കിയുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള തിരിച്ചടി ഈ ഘട്ടത്തിൽ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് പാകിസ്ഥാന്റെ പ്രകോപനത്തെ കൃത്യമായി ചെറുത്ത് നിന്നതിന് ശേഷമാണ്. അതായത് ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളും മിസൈലുകളും തകർക്കുന്നു. പിന്നാലെ നമ്മളുടെ 2 പോർ വിമാനങ്ങൾ ജമ്മു വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു പോയി അഖ്നൂരിൽ വെച്ച് പാകിസ്ഥാന്റെ JF-17 വിമാനങ്ങളെ വെടിവെച്ചിടുന്നു. ജയ്സാൽമീറിൽ വലിയ തോതിൽ വിമാനങ്ങൾ എത്തി എന്നുള്ള വിവരമുണ്ട്. അതിലൊന്നാണ് ഈ പാകിസ്ഥാന്റെ സർവൈലൻസ് വിമാനം വന്നത്. അവിടെ ഈ ഇന്ത്യയുടെ വിന്യാസം എങ്ങനെയാണ് എന്നുള്ള കാര്യം നിരീക്ഷിക്കുക, കൂടുതൽ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ വിമാനം അവിടെ എത്തിയത് എന്നുള്ള വിവരമുണ്ട്. എന്തായാലും അതടക്കം ഇപ്പോൾ ഇന്ത്യ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള 4 നഗരങ്ങൾ, ആ 4 നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരല്പം കൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടത് കറാച്ചിയിൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് എന്നുള്ളത് മാത്രമാണ്. വ്യോമസേനയാണോ, അതായത് ഡ്രോണിന്റെ ആണോ, നാവികസേനയുടെ ആണോ?